ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാരൂസ് എഡു ടിപ്സ്. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10th മെയിൻസിൻ്റെ ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മലയാളം ഒറ്റപ്പദത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒറ്റപ്പദം ഏതെങ്കിലും ഒന്നിനെ സംബന്ധിക്കുന്നത്, ആഗ്രഹം, ആഗ്രഹിക്കുന്ന ആള്, ബന്ധത്തെ കുറിക്കുന്നത്, അങ്ങനെ പല വിധത്തിൽ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ച ക്വസ്റ്റ്യൻ ഉൾപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ക്ലാസ്സിലേക്ക് കടക്കാം. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ, അതിൻ്റെ ഒറ്റപ്പദമാണ് ജിജ്ഞാസു. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ, ജിജ്ഞാസു. അപ്പോൾ അറിയാനുള്ള ആഗ്രഹമാണെങ്കിൽ ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു. രാജാവും ഋഷിയുമായവൻ, അതിൻ്റെ ഒറ്റപ്പദം രാജർഷി. രാജാവും ഋഷിയുമായവൻ രാജർഷി. അവതരിപ്പിക്കുന്നവൾ, അതിൻ്റെ ഒറ്റപ്പദമാണ് അവതാരക. അവതരിപ്പിക്കുന്നവൾ അവതാരക. അടുത്തത് സന്തതിയില്ലാത്തവൻ, അതിൻ്റെ ഒറ്റപ്പദമാണ് അനപത്യൻ. സന്തതിയില്ലാത്തവൻ അനപത്യൻ. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. വേദത്തെ സംബന്ധിച്ചത് വൈദികം. വേദത്തെ സംബന്ധിച്ചത് വൈദികം. അടുത്തത് നാഴികയുടെ 60 പങ്ക്, അതിൻ്റെ ഒറ്റപ്പദമാണ് വിനാഴിക. നാഴികയുടെ 60 പങ്ക്, വിനാഴിക. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസു. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസു. ഉണർന്നിരിക്കുന്ന അവസ്ഥ, ഇതിൻ്റെ ഒറ്റപ്പദം ജാഗരം. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു. കഥയുടെ പ്രധാനമായ അംശം കഥാഗതി. കഥയുടെ പ്രധാനമായ അംശം കഥാഗതി. അപ്പോൾ പറഞ്ഞത് നാഴികയുടെ 60 പങ്ക് വിനാഴിക. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസു. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു. കഥയുടെ പ്രധാനമായ അംശം കഥാഗതി. അടുത്ത പുത്രൻ, പുത്രി, ഇങ്ങനെ വരുന്ന ഭാഗങ്ങളാണ്. പുത്രി, പുത്രൻ. ഭീമന്റെ പുത്രി ഫൈമി. ദ്രുപദന്റെ പുത്രി ദ്രൗപദി. ദശരഥന്റെ പുത്രൻ ദാശരഥി. ദ്രോണന്റെ പുത്രൻ ദ്രൗണി. പുത്രി, പുത്രൻ. ഭീമന്റെ പുത്രി ഭൗമി. ദ്രുപദന്റെ പുത്രി ദ്രൗപദി. ദശരഥന്റെ പുത്രൻ ദാശരഥി. ദ്രോണന്റെ പുത്രൻ ദ്രൗണി. ചെയ്യുന്ന ആൾ, ഇങ്ങനെയുള്ള ഒറ്റപ്പദമാണ്. കേൾക്കുന്ന ആൾ ശ്രോതാവ്. കേൾക്കുന്ന ആൾ ശ്രോതാവ്. കാഴ്ചക്കാരൻ പ്രേക്ഷകൻ. പഠിക്കുന്നയാൾ പഠിതാവ്. ഭാര്യ മരിച്ച ആൾ വിഭാര്യൻ അല്ലെങ്കിൽ വിതുരൻ. ഉദ്യോഗം അർത്ഥിക്കുന്ന ആൾ ഉദ്യോഗാർത്ഥി. ഭർത്താവ് മരിച്ചവൾ വിധവ. പറയുന്ന ആൾ വക്താവ്. ഒന്നും കൂടെ പറയാം. കേൾക്കുന്ന ആൾ ശ്രോതാവ്. കാഴ്ചക്കാരൻ പ്രേക്ഷകൻ. പഠിക്കുന്നയാൾ പഠിതാവ്. ഭാര്യ മരിച്ചയാൾ വിഭാര്യൻ അല്ലെങ്കിൽ വിതുരൻ. ഉദ്യോഗം അർത്ഥിക്കുന്നയാൾ ഉദ്യോഗാർത്ഥി. ഭർത്താവ് മരിച്ചവൾ വിധവ. പറയുന്ന ആൾ വക്താവ്. സമർത്ഥന്റെ ഭാവം സാമർത്ഥ്യം. ചിരകാലം ജീവിക്കുന്നവൾ ചിരഞ്ജീവി. പതിയിൽ നിഷ്ഠയുള്ളവൾ പതിവ്രത. ശിശുവിൻ്റെ അവസ്ഥ ശൈശവം. വൃദ്ധൻ്റെ അല്ലെങ്കിൽ വൃദ്ധയുടെ അവസ്ഥ വാർദ്ധക്യം. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എഴുതിയെടുത്ത് നല്ലതുപോലെ പഠിക്കുക. ഒന്നും കൂടെ പറയാം. സമർത്ഥൻ്റെ ഭാവം സാമർത്ഥ്യം. ചിരകാലം ജീവിക്കുന്നവൻ ചിരഞ്ജീവി. പതിയിൽ നിഷ്ഠയുള്ളവൾ പതിവ്രത. ശിശുവിൻ്റെ അവസ്ഥ ശൈശവം. വൃദ്ധൻ്റെ അല്ലെങ്കിൽ വൃദ്ധയുടെ അവസ്ഥ വാർദ്ധക്യം. ഇനി അടുത്തത് ഒറ്റപ്പദത്തിന് പലതരത്തിൽ ഉദാഹരണങ്ങളുണ്ട്. ഒരു ഉദാഹരണമാണ് അത് തൊട്ട് ഇതുവരെ, അങ്ങനെയൊക്കെ ചോദിക്കാം. അങ്ങനൊരു ചോദിച്ച ക്വസ്റ്റ്യനാണ് അടി തൊട്ട് മുടി വരെ. അതിൻ്റെ ഒറ്റപ്പദമാണ് അടിമുടി. അടി തൊട്ട് മുടി വരെ അടിമുടി. പാദം മുതൽ മസ്തകം വരെ ആപാദ മസ്തകം. കേശം മുതൽ പാദം വരെ കേശാദി പാദം. എന്താണ്? അടി തൊട്ട് മുടി വരെ അടിമുടി. പാദം മുതൽ മസ്തകം വരെ ആപാദ മസ്തകം. കേശം മുതൽ പാദം വരെ കേശാദിപാദം. അടുത്തത് പറയാനുള്ള ആഗ്രഹം വിവക്ഷ. ഭക്ഷിക്കാനുള്ള ആഗ്രഹം ബുഭുക്ഷ.
പറയാനുള്ള ആഗ്രഹം വിവക്ഷ, ഭക്ഷിക്കാനുള്ള ആഗ്രഹം ബുഭുക്ഷ. അതുപോലെ വേറൊരു ഉദാഹരണമാണ് ഏതെങ്കിലും ഒന്നിനെ സംബന്ധിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാം. ലോകത്തെ സംബന്ധിച്ചത് ലൗകികം, ഗ്രാമത്തെ സംബന്ധിച്ചത് ഗ്രാമ്യം, ഋഷിയെ സംബന്ധിച്ചത് ആർഷം, ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം. ലോകത്തെ സംബന്ധിച്ചത് ലൗകികം, ഗ്രാമത്തെ സംബന്ധിച്ചത് ഗ്രാമ്യം, ഋഷിയെ സംബന്ധിച്ചത് ആർഷം, ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം. അടുത്ത ഒരു ഭാഗമാണ് ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. അച്ഛൻ്റെ അച്ഛൻ, അതിൻ്റെ ഒറ്റപ്പദമാണ് പിതാമഹൻ. അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ. അപ്പോൾ അച്ഛൻ്റെ അമ്മയോ പിതാമഹി. അച്ഛൻ്റെ അമ്മ പിതാമഹി. അമ്മയുടെ അച്ഛൻ മാതാമഹൻ. അമ്മയുടെ അച്ഛൻ മാതാമഹൻ. അമ്മയുടെ അമ്മ മാതാമഹി. മകൻ്റെ മകൻ പൗത്രൻ. മകൻ്റെ മകൻ പൗത്രൻ. മകൻ്റെ മകൾ പൗത്രി. മകളുടെ മകൻ ദൗഹിത്രൻ. മകളുടെ മകൻ ദൗഹിത്രൻ. മകളുടെ മകൾ ദൗഹിത്രി. സഹോദരിയുടെ പുത്രൻ ഫാഗിനേയൻ. സഹോദരിയുടെ പുത്രൻ ഫാഗിനേയൻ. സഹോദരിയുടെ പുത്രി ഫാഗിനേയി. മകളുടെ ഭർത്താവ് ജാമാതാവ്. മകൻ്റെ ഭാര്യ സ്നുഷ. മകൻ്റെ ഭാര്യ സ്നുഷ. ഇപ്പോൾ പറഞ്ഞത് അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ, അച്ഛൻ്റെ അമ്മ പിതാമഹി, അമ്മയുടെ അച്ഛൻ മാതാമഹൻ, അമ്മയുടെ അമ്മ മാതാമഹി, മകൻ്റെ മകൻ പൗത്രൻ, മകൻ്റെ മകൾ പൗത്രി, മകളുടെ മകൻ ദൗഹിത്രൻ, മകളുടെ മകൾ ദൗഹിത്രി, സഹോദരിയുടെ പുത്രൻ ഫാഗിനേയൻ, സഹോദരിയുടെ പുത്രി ഫാഗിനേയി, മകളുടെ ഭർത്താവ് ജാമാതാവ്, മകൻ്റെ ഭാര്യ സ്നുഷ. അപ്പോൾ ഈ ഒറ്റപ്പദം എല്ലാം പഠിക്കുക, നല്ലതുപോലെ പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു പോയത്. ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.